എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് LDC അല്ലെ, പാവപ്പെട്ടവന്റെ IAS എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുതിയ പ്രായപരിധി അനുസരിച്ച് ഇനി വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് കമന്റ് ബോക്സിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ പേഴ്സണൽ DM ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച് തരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പോ LDC പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ്? 2023 അതിൽ നമുക്കറിയാം 30/11/2023, അതായത് നവംബർ മാസം അവസാനത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ തീയതി, അതായത് ജനുവരി 3-ാം തീയതി 2024 വരെയായിരുന്നു അപേക്ഷിക്കാനായിട്ടുള്ള സമയം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ 2023 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്കൊരു 2024 ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? എക്സാം എല്ലാം കഴിഞ്ഞ് 2025 ഓഗസ്റ്റ് 1-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? PSC മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇത് LDCയുടെയും ഇതുപോലെ തന്നെ നമ്മുടെ LGSന്റെ വന്നത് 15/12/2023, അതായത് ഡിസംബർ മാസം തന്നെയാണ്. പക്ഷെ രണ്ടിന്റെയും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് LDCയുടെയും LGSന്റെയും എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇതനുസരിച്ച് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എപ്പോ തീരും? അതായത് ഓഗസ്റ്റ് 1, 2025 റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ കാലാവധി ഓഗസ്റ്റ് 1, 3 വർഷമാണ് അല്ലെ. അപ്പൊ ഏകദേശം 2028 അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് 2026 തുടക്കത്തിലാണ് അല്ലെ. അതനുസരിച്ച് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പോവുകയാണ് എങ്കിൽ അടുത്തതായിട്ട് LDCയുടെയും LGSന്റെയും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് എപ്പോഴായിരിക്കും? ഈ പറയുന്ന നവംബർ, ഡിസംബർ ഈ വർഷം, അതായത് 2026 ഷുവർ ആയിട്ടും ഒരു 90% നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് ഈ തവണ ഏജ് ഓവർ ആവുന്ന ആളുകളെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്ര ഏജ് ഉണ്ട് എന്നതിലാണ് കാര്യം. അല്ലാതെ നമുക്കിപ്പോ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ഏജ് അല്ല അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അതായിരിക്കും എന്ത് ചെയ്യുന്നത്? നിങ്ങളെ അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് ആക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ നമുക്കറിയാം, ഏറ്റവും പുതിയ പ്രായപരിധി അനുസരിച്ച് 40 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്. അപ്പൊ അതിന്റെ പിന്നിൽ ഈ ഒരു ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കുറച്ച് എന്തായിട്ടുണ്ട് നമുക്ക് ടൈം. അതായത് 2023 മുതൽ ഒരുപാട് കോവിഡിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ കഠിനമായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇപ്പൊ നിലവിൽ കുറച്ചു പേരുടെ ടൈം കഴിഞ്ഞു പോയി. പക്ഷെ നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം എന്ത് ചെയ്തിട്ടുള്ളത്? PSC ഇടുക്കി. തീരുമാനം വൈകി, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാല് ഈ മാസം വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. അപ്പം ഇത് 36 വയസ്സ്, അതായത് 18 മുതൽ 36 വയസ്സ് വെച്ച് തന്നെയായിരുന്നു. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 2/1/1990 36 വയസ്സ് ജനറൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് നമുക്ക് പറയാം എത്രയാണ്? 40 വയസ്സല്ലേ. അപ്പൊ ഏതായിരിക്കും വരുന്നത്? അതായത് 2/1/1986 ജനിച്ച ജനറൽ കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക്. ഇനി ഇതിന്റെ കമന്റ് ബോക്സിന്റെ താഴെ ഒരുപാട് പേര് മിസ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റ് കമന്റ് ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വീഡിയോ കണ്ടൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു അതായത് ആ അന്നേ ദിവസം ജനിച്ചവർക്ക്, ആ ഒരു വർഷം ജനിച്ചവർക്ക് ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ആദ്യമേ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതനുസരിച്ച് 40 വയസ്സാണ് നിങ്ങൾക്ക് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുവാണെങ്കിൽ OBC കാറ്റഗറി. അപ്പം 2/1/1983 ജനിച്ച, അപ്പൊ അവർക്ക് എത്ര വയസ്സാവും? OBC കാറ്റഗറി 43 വയസ്സ്. ഓക്കെ, 43 വയസ്സുള്ള, അതായത് 3 വയസ്സാണ് നമുക്ക് OBC കാറ്റഗറിക്ക് പറയുന്നത്. ഇനി അടുത്തത് SC ST ആവുമ്പം
2/1/1981. അത് SC/ST ആണ്. നിങ്ങൾക്ക് എത്ര വരും? 45 വയസ്സ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പ്രായപരിധി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങൾക്കുണ്ട് ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. നമുക്ക് വിഡോസ്, അതുപോലെ കുറച്ച് ഏരിയ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്. മാക്സിമം എങ്കിൽ പോയാലും 50 ആയിരിക്കും വരുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കൂ. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന പ്രായപരിധി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇനി ദയവേത് കമന്റ് ബോക്സിൽ മിസ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇന്ന ഏജ് ആണ്, അതാണ്, ഇതാണ്, നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വീഡിയോ നിങ്ങൾ നോക്കി കഴിഞ്ഞാലും കുറച്ച് പേരെ മനഃപൂർവ്വം ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. അതായത് ഇപ്പൊ നമുക്ക് LDC LGS നിയമനങ്ങൾ വളരെ കുറഞ്ഞിട്ടാണ് പോകുന്നത്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇതല്ലായിരുന്നു നിങ്ങൾ മുൻപത്തെ റാങ്ക് ലിസ്റ്റ് നിയമന നിലയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് അവിടെ അത്യാവശ്യം നിയമനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോഴും PSC നിയമനങ്ങൾ പോകുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സ്റ്റുഡന്റിന് ലാസ്റ്റ് ഡേ കൂടി VFAയുടെ അഡ്വൈസ് വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അഡ്വൈസ് പോകുന്നുണ്ട്. നമ്മൾ ഒരു ഭാഗം നേരാണ്. നമുക്ക് ചില പോർഷൻസിലൊക്കെ ഇപ്പൊ LP UP ഒക്കെ അഡ്വൈസ് ഒട്ടും പോയിട്ടില്ല. പക്ഷെ LDC LGS ഒക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞ്, ഞാൻ ഒരു പാർട്ടിയുടെ കൂടെ നിന്ന് പറയുന്നതല്ല, ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമനങ്ങൾ പോകും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ഓൺ ചെയ്യും. അപ്പോഴും ഈ കുറ്റം പറഞ്ഞും എല്ലാ വീഡിയോയുടെയും താഴെ കമന്റ് ചെയ്തിടുന്ന കുറെ ആളുകൾ മനഃപൂർവ്വം മറ്റുള്ളവരെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ, അതിനെ കണ്ട് മനസ്സും അടുത്ത് ഒരുപാട് പേര് പഠനം നിർത്തിയും പോകുന്നവരുണ്ട്. എടാ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളുടെ കമന്റ്, മറ്റുള്ളവരുടെ അവസ്ഥ കണ്ടിട്ടാവരുത് നമ്മൾ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതും. നമ്മുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ്. അതിന് ചിലരുണ്ട് നമ്മുടെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് കഴുത്തിറക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള വേൾഡിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത്. സോ ആരെയും കണ്ടടിച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു അഭിപ്രായം നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. നമ്മൾ ഓൾറെഡി LDCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ 150 ദിവസം നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കോണ്ടന്റ് നമ്മൾ തരും. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ചെക്ക് ചെയ്യാം, നമ്മൾ പറയുന്നത് കറക്റ്റ് ആണോ. ഓരോ ഡേയിലും നിങ്ങൾക്ക് അതിന്റെ എക്സാം ഉണ്ടാകും. ഓരോ ടോപ്പിക്ക് പഠിച്ച്, അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നൽകുന്ന, ഇപ്പം 1 മുതൽ പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോർക്ക് അവർക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ബേസ് ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈവൻ ഏജ് ഓവർ ആയിട്ടുള്ള മീൻസ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും, ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ ബുക്ക് തൊട്ടിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഞങ്ങളുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അതിൽ SCRT ടോപ്പിക് അനുസരിച്ചിട്ടായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, അതിനുശേഷം അതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഡെയിലി അറ്റൻഡ് ചെയ്യാം. 150 ഡേ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലൈവ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ 10 ഡേയ്സ് കൂടുമ്പോഴും OMR പ്രാക്ടീസ്, ഈ ബുക്ക് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും. ബുക്ക് മാത്രമായിട്ട് വേണവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഈ ബുക്ക് വെച്ചിട്ട് OMRൽ നിങ്ങൾ 200 OMR ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫ്ലൈൻ ആയിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. മാത്രമല്ല ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ ജോലിയിൽ എത്തിക്കാനുള്ള മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ നൽകുന്ന ഒരു ക്ലാസ് ആണ്. ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, പരസ്യവാചകങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടോക്കുക. നമ്മൾ ഈ പറയുന്ന ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. അപ്പൊ പോസിറ്റീവായിട്ട് ഈ തവണത്തെ LDC റാങ്കിൽ കയറാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ആം റെഡി എന്നൊന്ന് കമന്റ് ചെയ്യുക. ഫയറോട് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ചുവടുവെപ്പ് ഈ ഒരു വീഡിയോയിൽ കൂടെ ആവട്ടെ. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ജീവിതം മാറ്റാൻ ഒരു കാരണമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.